ചാനൽ ട്രിനിറ്റി വോയിസ്. മഹാപരിശുദ്ധ ഗുരുവേ നിൻ തിരുമുൻപിലടിയനും പരിശുദ്ധ മണവാട്ടിയ ഈശോഭിപ്പാൻ പരിശുദ്ധനാക്കിടണേ എന്നെ പൂർണ്ണ പരിശുദ്ധനാക്കിടണേ എന്നെ എൻ്റെ മണവാളനെ കനിഞ്ഞവനെ നിന്റെ വരവിന് താമസമേറെയാകുമോ വരവിന് താമസമേറെയോ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 3-ാമത് വാക്യം. ജനസിസ് ചാപ്റ്റർ 14 വേഴ്സ് 3. ഇവരെല്ലാവരും സിദ്ദീം താഴ്വരയിൽ ഒന്നിച്ചുകൂടി, അത് ഇപ്പോൾ ഉപ്പുകടലാകുന്നു. All these were joined together in the vale of Siddim, which is the salt sea. സെക്കൻഡ് സെഷൻ റിക്വാറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. വാട്ട് ഹാഡ് ജീസസ് ബീൻ ഡൂയിങ് for 30 years that gave God so much pleasure? The Bible says nothing about those hidden years except for a single phrase in Luke chapter 2 verse 51. He went back to Nazareth with them and lived obediently with them. 30 years of pleasing God were summed up into words, lived obediently. I must choose to value what God values. This is what friends do. They care about what is important to the other person. The more you become God's friends, the more you will care about the things He cares about. Grieve over the thing He grieves over and rejoice over the things that bring pleasure to Him. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം. പ്രോവർബ് ഓർ സദൃശ്യവാക്യങ്ങൾ. പ്രോവർബ്സ് ചാപ്റ്റർ 12 വേഴ്സ് 28. സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായത്തിൻ്റെ 28-ാമത് വാക്യം. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിൻ്റെ പാതയിൽ മരണം ഇല്ല. ഇൻ ദ വേ ഓഫ് റൈച്ചസ്നെസ് ഈസ് ലൈഫ്, ആൻഡ് ഇൻ ദ പാത്വേ thereof there ഈസ് നോ ഡെത്ത്. ഫോർത്ത് സെഷനിലേക്ക് പോവാം. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 33. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 33-ാമത് വാക്യം. കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവന്മാരുടെ അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. Again ye have heard that it hath been said by them of all time, thou shalt not forswear thyself, but shalt perform unto the Lord thine oaths. നമുക്ക് 5th സെഷനിലേക്ക് പോകാം. ധനവാനും ലാസറും. ലൂക്കോസ് 16-19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഭൂമിയിലെ നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചെലവഴിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മാറ്റം വരുത്താനാവാത്ത ഒരു സമയം വരും. അതുകൊണ്ട് ജനത്തിന് മുന്നറിയിപ്പ് നൽകണം. മരണാനന്തരം രണ്ടാമതൊരവസരം ലഭിക്കുകയില്ല. ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. വില കൂടിയ വസ്ത്രമായിരുന്നു അയാൾ അണിഞ്ഞിരുന്നത്. വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് അയാൾ എല്ലായ്പ്പോഴും ആഹ്ലാദിച്ചു വന്നു. ലാസർ എന്നു പേരുള്ള സർവാംഗം വ്രണബാധിതനായ ഒരു യാചകനും ഉണ്ടായിരുന്നു. ധനികന്റെ തീന്മേശയിലെ അവശിഷ്ടം നൽകുമെന്ന പ്രതീക്ഷയോടെ എല്ലാ ദിവസവും ആരെങ്കിലും അവനെ ധനികൻ്റെ പടിവാതിൽക്കൽ കൊണ്ടിരുത്തുമായിരുന്നു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണം നക്കിത്തുടയ്ക്കുമായിരുന്നു.
ഒരു ദിവസം ആ പാവപ്പെട്ടവൻ മരിച്ചു. മാലാഖമാർ വന്ന് അവനെ അബ്രഹാമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് ധനികനും മരിച്ചു. അയാൾ പാതാളത്തിലേക്കും പോയി. അവിടെ അയാൾ വളരെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കണ്ണുകൾ ഉയർത്തി വളരെ അകലെ അബ്രഹാമിനെയും അടുത്തിരിക്കുന്ന ലാസറിനെയും കണ്ടു. അയാൾ നിലവിളിച്ചു പറഞ്ഞു, അബ്രഹാം പിതാവേ, എന്നോട് കരുണയുണ്ടാകണമേ. തൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാക്ക് തണുപ്പിക്കുവാൻ ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കഠിനവേദന അനുഭവിക്കുകയാണ്. അബ്രഹാം പറഞ്ഞു, മകനെ, ഓർമ്മിക്കുക, നീ നിന്റെ ജീവിതകാലത്ത് എല്ലാ സുഖങ്ങളും അനുഭവിച്ചു. പക്ഷേ ലാസറിന് മോശമായത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഇപ്പോൾ ഇവിടെ ആശ്വസിക്കുന്നു. നീ കഠിന വേദനയിലുമാണ്. മാത്രമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു അഗാധ ഗർത്തമുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമല്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് കടക്കാനും നിർവാഹമില്ല. അപ്പോൾ ധനികൻ പറഞ്ഞു, എന്നാൽ അബ്രഹാം പിതാവേ, ലാസറിനെ എൻ്റെ വീട്ടിലേക്ക് അയക്കണം. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. ഈ യാതനാ സ്ഥലത്തേക്ക് അവരും വരാതിരിക്കാൻ ലാസർ അവർക്ക് മുന്നറിയിപ്പ് നൽകട്ടെ. അബ്രഹാം പറഞ്ഞു, നിന്റെ സഹോദരന്മാർക്ക് മുന്നറിയിപ്പ് നൽകാൻ മോശയുടെ ഉപദേശങ്ങളും മറ്റ് ദൈവപുരുഷന്മാരും ഉണ്ട്. നിന്റെ സഹോദരന്മാർ അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനികൻ വീണ്ടും പറഞ്ഞു, അങ്ങനെയല്ല പിതാവേ, മരിച്ചവരിൽ ഒരാൾ അവരുടെ അടുക്കൽ ചെന്നാൽ അവർ അനുദപിക്കും. അബ്രഹാം മറുപടി പറഞ്ഞു, അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തിന് എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇനി നമുക്കിതിൻ്റെയൊക്കെ കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം. ഫസ്റ്റ് സെഷൻ, ഉൽപ്പത്തി ഓർ ജനസിസ്. ഇവരെല്ലാവരും, അതായത് മുകളിൽ പ്രസ്താവിച്ചവരെല്ലാവരും, ഇന്നലെ നമ്മൾ ചിന്തിച്ചപ്പോൾ അതിനകത്ത് കുറേ രാജാക്കന്മാരുടെ പേര് പറഞ്ഞു. ആത്മാസബോയും അവിടെയൊക്കെയുള്ള രാജാക്കന്മാർ, ഷിനാബ്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ രാജാക്കന്മാർ, അവരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇവരെല്ലാവരും മുകളിൽ പ്രസ്താവിച്ചവരെല്ലാവരും സിദ്ദീം താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അത് ഇപ്പോൾ ഉപ്പുകടൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓൾ ദീസ് വെയർ ജോയിൻ ടുഗദർ ഇൻ ദ വെയിൽ ഓഫ് സിദ്ദീം വിച്ച് ഈസ് സോൾട്ട് സീ. സെക്കൻഡ് സെഷൻ, റിക്വയറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്നും നമ്മൾ ഉള്ളടക്കം എടുത്തിട്ടുണ്ട്. വാട്ട് ഹാഡ് ജീസസ് ബീൻ ഡൂയിങ് ഫോർ 30 years that gave God so much pleasure? The Bible says nothing about those hidden years except for a single phrase in Luke chapter 2 verse 51. ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം. പ്രൊവേർബ്സ് ഓർ സദൃശവാക്യം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിൻ്റെ പാതയിൽ മരണമില്ല എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഇൻ ദ വേ ഓഫ് റൈച്ചസ്നെസ് ഈസ് ലൈഫ് ആൻഡ് ഇൻ ദ പാത്വേ thereof there is no death. നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോകാം. മാത്യു ഓർ മത്തായി. കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണം എന്നും പൂർവന്മാരുടെ അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. Again ye have heard that it hath been said by them of old time, thou shalt not forswear thyself, but shalt perform unto the Lord thy oaths. അപ്പോൾ നമ്മുടെ എല്ലാ സെഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. God bless you abundantly.